وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിൽ സൂറത്തുൽ ഇസ്റാ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 96ഓളം ആയത്തുകളാണ്, 96 ആയത്ത് വരെയാണ് കഴിഞ്ഞ ദർസിൽ നാം വിശദീകരിച്ചത്. കഴിഞ്ഞ ആയത്തുകളിൽ മുശ്രിക്കീങ്ങൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലെങ്കിൽ ഏതൊരു റസൂലിനെയും നിഷേധികളായ ആളുകൾ പറഞ്ഞിരുന്ന ചില കാരണങ്ങൾ, അത് ഇതൊരു മനുഷ്യനാണ് എന്നുള്ളതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല രീതിയിലുള്ള ഭൂമിയിൽ നിന്ന് ഉറവ ഒഴുക്കിത്തരിക, അല്ലെങ്കിൽ ആകാശം ഞങ്ങളുടെ മേലെ പൊട്ടി വീഴട്ടെ, അല്ലെങ്കിൽ നിനക്ക് ഖജനാവുകൾ ഉള്ളതായിട്ട് കാണിച്ചു തരിക, അങ്ങനെയെല്ലാം ആവശ്യപ്പെട്ടതുമാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, വമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹും ഔലിയാഅ മിൻ ദൂനിഹി ونحشرهم يوم القيامة على وجوههم عميا وبكما وصما ومأواهم جهنم كلما خبت زدناهم سعيرا ومن يهد الله فهو المهتد. ആരെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കിയത്, വമൻ യഹ്ദില്ലാഹു, ആരെയാണോ അല്ലാഹു ഹിദായത്തിലാക്കിയത്, ഫഹുവൽ മുഹ്തദ്, അവനാണ് ഹിദായത്തിലായവൻ, നേർമാർഗം ലഭിച്ചവൻ. വമൻ യുദ്ലിൽ, ആരെയാണോ അല്ലാഹു പിഴപ്പിച്ചിട്ടുള്ളത്, വഴികേടിയിലാക്കിയിട്ടുള്ളത്, ഫലൻ തജിദ ലഹും ഔലിയാഅ മിൻ ദൂനിഹി, ഫലൻ തജിദ ലഹും, ആ പിഴച്ചുപോയ ആളുകൾക്ക് പിന്നെ നീ കണ്ടെത്തുകയില്ല ഔലിയാ, രക്ഷാധികാരികൾ, അവർക്ക് സംരക്ഷണമേകാൻ ആരെയെങ്കിലും, മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ, അല്ലാഹുവിനൊഴികെ. ഈ ഭാഗത്ത് പറയുന്ന വിഷയം, ഈ ഭാഗത്ത് പറയുന്നത് അൽ ഹിദായത്തു വൽ ഇദ്ലാൽ ബിയദില്ല, ഹിദായത്തും ളലാലത്തും അല്ലാഹുവിന്റെ കയ്യിൽപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ നേർമാർഗം ലഭിക്കുക, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള യഥാർത്ഥ ദീൻ, അല്ലെങ്കിൽ വിശ്വാസം, കർമ്മങ്ങൾ, ഇതെല്ലാം ഒരാൾക്ക് ലഭിക്കുക, അല്ലാഹുവിന് കീഴൊതുങ്ങാനുള്ള തൗഫീഖ് ലഭിക്കുക എന്നുള്ളതാണ് ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ദലാലത്ത് എന്ന് പറഞ്ഞാൽ അതിനെതിരായിട്ടുള്ള പിശാചിന്റെ പാതയിലേക്ക് പോവുക. ഇത് രണ്ടും പൂർണ്ണമായും അള്ളാഹുവിന്റെ കയ്യിൽപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഹിദായത്ത് നൽകുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഫദ്ലും നിഅമത്തുമാണ്, അഥവാ അള്ളാഹുവിന്റെ ഔദാര്യവും അനുഗ്രഹവുമായി കൊണ്ടാണ് ഒരാൾക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകുന്നത്, അല്ലാതെ അയാളുടെ ഏതെങ്കിലും ഗുണം കൊണ്ടല്ല. അയാൾ ഇന്ന ആളുടെ മകനായി, അല്ലെങ്കിൽ ഇന്ന കുടുംബ പരമ്പരയിലായി, വെളുത്തവനായി, കറുത്തവനായി, സമ്പന്നനായി, ദരിദ്രനായി, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് നൽകുന്നത്, അള്ളാഹുവിന്റെ ഔദാര്യവും അനുഗ്രഹവുമായിട്ടാണ്. ഇനി ഒരാൾ ദലാലത്തിലാകുന്നതോ, ഒരാൾ ദലാലത്തിലാകാനുള്ള കാരണവും അതുപോലെ രണ്ടെണ്ണമാണ്. ഹിക്മതൻ വ അദ്ല, അള്ളാഹുവിന്റെ വ്യക്തമായ യുക്തി അതിനു പിന്നിൽ. 2 ഉണ്ടാകും. 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 2
ഒരാൾ വഴികേടിലാവുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നീതിപൂർവമായിട്ടുള്ള അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കും. അപ്പോൾ ഹിദായത്തും ദലാലത്തും അള്ളാഹുവിന്റെ കയ്യിൽപ്പെട്ട കാര്യമാണ്. മറ്റൊരാൾക്കും അതിൽ യാതൊരു രീതിയിലുള്ള അധികാരവുമില്ല. ഇനി ആരെങ്കിലും അള്ളാഹു വഴികേടിലാക്കിയാൽ അള്ളാഹു പറയാണ് ഫലൻ തജിദ ലഹും ഔലിയാ മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ ഒരാൾക്കും തന്നെ ഒരു രക്ഷാധികാരിയെയും അവർ കണ്ടെത്തുകയില്ല ഹിദായത്ത് ലഭിക്കാൻ, ഹിദായത്ത് നൽകാൻ. നമ്മളൊന്ന് ആലോചിച്ചു വെക്കണം. ഹിദായത്തിന്റെ ആ വിലയും മഹത്വവും നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് പ്രിയപ്പെട്ടവർക്ക് പോലും അള്ളാഹു നൽകിയിട്ടില്ല. അതായത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സൃഷ്ടികളിൽ ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം സ്നേഹിച്ചിരുന്ന, പ്രകൃതിയാവുള്ള സ്നേഹത്താൽ, ഇങ്ങോട്ട് ചെയ്ത നന്മകളാൽ ഉണ്ടാകുന്ന സ്നേഹത്താൽ ഉണ്ടായിരുന്ന തന്റെ പിതൃവ്യനായിട്ടുള്ള അബൂ ത്വാലിബിന് പോലും അള്ളാഹു എന്ത് നൽകിയിട്ടില്ല? ഹിദായത്ത് നൽകിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഇതൊന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ. മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ അംഗീകരിച്ചിരുന്നെങ്കിൽ എന്ന് അള്ളാഹു തആല പറഞ്ഞത് എന്താണ്? ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നിനക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എന്താവൂല? ഹിദായത്തിലാകില്ല. അതുപോലെ തന്നെ രണ്ടാമത് അള്ളാഹുവിന്റെ ഖലീലായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഉപ്പ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഉപ്പാക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് കൊടുത്തിട്ടില്ല? ഹിദായത്ത് കൊടുത്തിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആഗ്രഹിച്ചു എന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് പോലും, പരലോകത്ത് ഉപ്പാക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പറയും. ഉപ്പാനെ കാണും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പരലോകത്ത്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഉപ്പ ആകെ കരുവാളിച്ച് ഭയപ്പാടുള്ള അവസ്ഥയിൽ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിക്കും, ഞാൻ പറഞ്ഞിരുന്നില്ല ഉപ്പ, എന്നെ അനുസരിക്കണം, നിങ്ങൾ എന്നെ എതിർക്കരുത് എന്ന്. അപ്പൊ ഉപ്പയായിട്ടുള്ള ആസർ പറയും, ഇന്ന് നീ പറയുന്ന ഒന്നും ഞാൻ ധിക്കരിക്കൂല, എല്ലാം അനുസരിക്കാന്ന് പറയും. അപ്പൊ ഉപ്പാനോടുള്ള ആ ഒരു പ്രകൃതിയാവുള്ള സ്നേഹം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയും, അള്ളാഹ് നീ പറഞ്ഞിട്ടല്ലേ എന്നെ നീ നിന്ദിക്കില്ല, ഈ യൗമുൽ ഖിയാമയിൽ ലാ തുഖ്സിനി യൗമുൽ ഖിയാമ, എന്നെ നിന്ദിക്കില്ല എന്ന് നീ വാഗ്ദാനം നൽകിയതല്ലേ. എന്റെ ഉപ്പ നരകത്തിലും ഞാൻ സ്വർഗത്തിലും ആകുന്നതിനൊക്കെ വലിയ നിന്ദ്യത എന്താണുള്ളത് എന്ന് പറഞ്ഞ ഉപ്പാൻ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ അള്ളാഹു തആല പറയും, കാഫിരീങ്ങൾക്ക് സ്വർഗം നിഷിദ്ധമാണ്. എന്നിട്ട് വേറെ രൂപത്തിലേക്ക് ചില ഹദീസുകളിൽ ഒരു അട്ടയെ പോലെ അല്ലെങ്കിൽ ചെറിയൊരു മാനിന്റെ പോലെ താഴത്ത് ഉപ്പാനെ മാറ്റും. കാരണം ഉപ്പാന്റെ അതേ കോലത്തിലേക്ക് നരകത്തിൽ എറിയുന്നത് കണ്ടാൽ ഇബ്രാഹിം നബിയുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുമെന്നുള്ളതുകൊണ്ട് കോലം മാറ്റിയിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഉപ്പാനെ നരകത്തിലേക്ക് എറിയുന്നതാണ്. അപ്പൊ ഹിദായത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ ഫദ്ലും നിഅമത്തും മാത്രം, മറ്റൊന്നും അതിന് പരിഗണിക്കുന്ന ഒരു ഘടകമല്ല. മറ്റൊന്നും ഒരു സ്ഥാനവും അതിന് ഒരു കാരണമായി മാറുകയില്ല. എന്നിട്ട് ആ ഹിദായത്തിന്റെ ഇത്, കാരണം കഴിഞ്ഞ ആയത്തുകളിൽ എന്താ പറഞ്ഞത്? കഴിഞ്ഞ ആയത്തുകളിൽ വഴികേടിലായ ആളുകൾ പറയുന്ന വാക്കുകളാണ് പറഞ്ഞത്. അതിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഇത് പറയുന്നത്. ഹിദായത്തിലായവൻ അള്ളാഹു ഹിദായത്ത് നൽകിയവനാണ്, ദലാലത്തിലായവൻ അള്ളാഹു ദലാലത്തിലാക്കിയവനാണ്. അല്ലാതെ മലക്ക് റസൂലായി വന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടാലോ ഒന്നും അതിന്റെ അടിസ്ഥാനത്തിലല്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉമ്മൻ വബുക്മൻ വസുമ്മ. വനഹ്ശുറുഹും, നാം അവരെ ഒരുമിച്ച് കൂട്ടും. ഹഷ്ർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക എന്നർത്ഥം. മുസ്ലിം ഉമ്മത്തിനെ ആരുടെ കീഴിലെ ഒരുമിച്ച് കൂട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളിൽ ഒരു പേരാണ് ഹാഷിർ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു പേരാണ് ഹാഷിർ എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹു പറയാണ്, വനഹ്ശുറുഹും, നാം അവരെ ഒരുമിച്ച് കൂട്ടും, യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ, അലാ വുജൂഹിഹിം, അവരുടെ മുഖം കുത്തിയ അവസ്ഥയിൽ. അന്ത്യനാളിൽ കുഫാറുകൾ ഉണ്ടാവുക മുഖം കുത്തിയ അവസ്ഥയിലായിരിക്കും അവർ വരിക. ഉമ്യൻ, അന്ധന്മാരായിക്കൊണ്ട്, ബുക്മൻ, സംസാരിക്കാൻ സാധിക്കാത്ത ആളുകളായിക്കൊണ്ട്, വസുമ്മൻ, ചെവി കേൾക്കാത്ത ആളുകളായിക്കൊണ്ട് ഈ അവസ്ഥയിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പൊ നാളെ പരലോകത്ത് കുഫാറുകൾ മുഖം കുത്തി വരും എന്ന് ഈ പറഞ്ഞത് കേട്ടപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ,
കൈഫ യുഹ്ശറുൻ നാസു അലാ വുജൂഹിഹിം, എങ്ങനെയാണ് ജനങ്ങൾ മുഖം കുത്തിയിട്ട് വരിക? ഭൂമിയിൽ എങ്ങനെയാ നടക്കാറ്? കാലുകൊണ്ടാണ് നടക്കുക. അപ്പൊ മുഖം കുത്തിയിട്ട് എങ്ങനെ അവര് ഒരുമിച്ച് കൂട്ടപ്പെടുക, എങ്ങനെ അവര് നിൽക്കുക, എങ്ങനെ അവർ വരിക, എങ്ങനെ നടന്നു വരിക എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഖാല അല്ലദീ അംശാഹും അലാ അർജുലിഹിം, അവരുടെ കാലുകൊണ്ട് ആരാണോ നടത്തിച്ചത്, ഖാദിറുൻ അലാ അയ്യുംശിയഹും അലാ വുജൂഹിഹിം, അവനെന്തും സാധിക്കും, മുഖം കുത്തിയിട്ട് അവരെ നടത്തിക്കാനും സാധിക്കും. കാലുകൊണ്ട് ആരാണോ അവരെ നടത്തിച്ചത്, അവന് ഈ കൂട്ടരെ മുഖം കുത്തി നടത്തിക്കാനും അവനെ കൊണ്ട് സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ സൃഷ്ടികളിൽ അത്ഭുതകരമായിട്ടുള്ള രൂപമാണ് അല്ലാഹു തആല മനുഷ്യന് നൽകിയിട്ടുള്ളത്. രണ്ടു കാലിൽ ഇങ്ങനെ നേരെ നിവർന്ന് എപ്പോഴും നടക്കുന്ന വേറൊരു സൃഷ്ടിയുമില്ലാതെ. കാരണം അത്രയും കൃത്യമായൊരു ബാലൻസിലാണ് മനുഷ്യൻ നടക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ഇത്രയും വലിയ ശരീരം ഒരു ഇത്ര പോലെ കാൽപ്പാടിലാണ് നിൽക്കുന്നത്. അതും ആ കാലിന് നമ്മുടെ വിരലുകളില്ല എങ്കിൽ എന്ത് സാധിക്കൂല, നമുക്ക് നേരെ നിൽക്കാൻ സാധിക്കില്ല. അപ്പോ ആ ഒരു വിരലിന്റെ ഒരു ബാലൻസ്, ഇനി അതിന് പോട്ടെ, നമുക്കറിയാം ഈ നൃത്തത്തിന്റെ ബാലൻസിന്റെ വിഷയത്തിൽ ചെവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അതൊന്ന് മാറുമ്പോഴേക്കും ആളുകൾ മറിഞ്ഞു വീഴും. അപ്പൊ ഇങ്ങനെ ഈ രണ്ട് കാലിൽ മനുഷ്യനെ നടത്തിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണെങ്കിൽ നാളെ പരലോകത്ത് മുഖം കുത്തിയും അവരെ നടത്തിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് മുഖം കുത്തി നടക്കുക എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുക ഉണ്ടായി. എന്നിട്ട് പറയാണ് അവരുടെ അവസ്ഥ, പരലോകത്ത് വരുന്ന കുഫാറുകളുടെ അവസ്ഥയിൽ വീണ്ടും പറയുകയാണ്. ഏതവസ്ഥയിലായിരിക്കും? ഉമ്യൻ വബുക്മൻ വസുമ്മ. ഉമ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകളായിട്ട് തന്നെ അർത്ഥം, അന്ധന്മാർ എന്നുള്ളതാണ് പറയുന്നത്. ബുക്മൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ. വസുമ്മൻ എന്ന് പറഞ്ഞാൽ കാത് കേൾക്കാത്ത അവസ്ഥയിൽ എന്ന്. ഈ മൂന്ന് വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കാണുക, സംസാരിക്കുക, കേൾക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് അവന്റെ വിജ്ഞാനം വർദ്ധിക്കാൻ, അവന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ചോദിക്കാൻ, കേൾക്കാൻ, കണ്ട് മനസ്സിലാക്കാൻ എല്ലാമുള്ള അവയവങ്ങളാണ്. ഇതാണ് ഒരു മനുഷ്യന്റെ മേലെ ഹുജ്ജത്തായി മാറുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ടാണ് കുഫാറുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവരും കന്നുകാലികളെ പോലെയാണ്. കണ്ണുണ്ടായിട്ടും അവർക്ക് കാണേണ്ടത് കാണുന്നില്ല, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല, ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല. അപ്പോൾ ദുനിയാവിൽ അവർ ഈ ഹക്കിന്റെ വിഷയത്തിൽ, അവരുടെ ഈ ജീവിത ലക്ഷ്യവും യാഥാർത്ഥ്യവും എന്നുള്ള വിഷയത്തിൽ അവർ ഇതുപോലെ അന്ധത കാണിച്ചതുകൊണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കാത്തതുകൊണ്ടും അതിനെക്കുറിച്ച് കേൾക്കാത്തതുകൊണ്ടും നാളെ പരലോകത്ത് ഈ കോലത്തിൽ അവർ വന്നെത്തും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതുപോലെ വൽ ഹസൻ എന്നിവർ പറഞ്ഞത് കാണാം. ഐ ഉമ്യുൻ എന്ന് പറഞ്ഞാൽ അമ്മാ യസുറുഹും. നാളെ പരലോകത്തെ അന്ധത എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണോ അതൊന്നും അവർക്ക് കാണാൻ സാധിക്കില്ല. അതിനോടെല്ലാം അന്ധതയായിരിക്കും. ബുക്മുൻ സംസാരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അനി തകല്ലുമി ബിഹുജ്ജത്തിൻ, അവർക്കൊരു തെളിവും ഒരു ഹുജ്ജത്തും അവർക്ക് സംസാരിക്കാൻ സാധിക്കില്ല. അവരിങ്ങനെ ആയി എന്നുള്ളതിന് യാതൊരു കാരണവും സംസാരിക്കാൻ സാധിക്കില്ല. സുമ്മുൻ ചെവി കേൾക്കാത്തവരെന്ന് പറഞ്ഞാൽ അമ്മാ യൻഫഉഹും, അവർക്ക് ഉപകരിക്കുന്ന ഒന്നും തന്നെ അവർക്ക് കേൾക്കാനും സാധിക്കില്ല. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അപ്പൊ ഹഖിനോട് അവർ അന്ധത കാണിച്ചതുകൊണ്ടും കേൾക്കാത്തതുകൊണ്ടും മനസ്സിലാക്കാത്തതുകൊണ്ടും പരലോകത്തും ഈ അവസ്ഥ അവർക്കുണ്ടാകും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിനെ തുടർന്ന് പറയുകയാണ്, മഅവാഹും ജഹന്നം, അവർക്ക് ചെന്നെത്താനുള്ള ഭവനം. മഅവ എന്ന് പറഞ്ഞാൽ ഒരു അഭയം സ്ഥാനം എന്നൊക്കെ എല്ലാം പറയാം, മടങ്ങി ചെന്നിട്ട് രക്ഷ നേടാനുള്ള സ്ഥാനം എന്നാ പറയാം. പക്ഷെ ഇവിടെ അവരെ കളിയാക്കിക്കൊണ്ടും അവരുടെ അവസ്ഥ അറിയിച്ചുകൊണ്ടും പറയാണ് അവർക്ക് ചെന്നെത്താനുള്ളത് ജഹന്നം, നരകത്തിലായിരിക്കും. കത്തിജ്വലിക്കുന്ന തീജ്വാലകളുള്ള, കറുകറുത്തിട്ടുള്ള, ഭയാനകമായിട്ടുള്ള, ശാരീരികമായിട്ടാവട്ടെ മാനസികമായിട്ടാവട്ടെ ദുഃഖവും ഞെരുക്കവും ടെൻഷനും ഭയപ്പാടും. നരകത്തിൽ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വെറും തീയ് എന്നുള്ള അർത്ഥത്തിലല്ല. നരകത്തിൽ കൊടും തണുപ്പുണ്ട് നരകത്തിൽ. അതുപോലെ തന്നെ അവിടെ
ശരീരത്തിന് അനുഭവിക്കുന്നത് പോലെ മനസ്സിനുള്ള പേടികളുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നമുക്ക് ഭയങ്കര പേടി ഉണ്ടാവുന്ന ഒരു സന്ദർഭം ആലോചിച്ച് നോക്കി, നമ്മൾ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന സന്ദർഭം ആലോചിച്ച് നോക്കി, നമുക്ക് അതിയായ വിഷമം വരുന്ന ഒരു സന്ദർഭം ആലോചിച്ച് നോക്കി. അതുപോലെയാണ് ഖൽബിന്റെ അവസ്ഥ ഉണ്ടാവുക. ശരീരത്തിനാണെങ്കിലോ വേദനയും ബുദ്ധിമുട്ടുകളും വേറെയും ഉണ്ടാവും. ദാഹം ഉണ്ടാവും, വിശപ്പുണ്ടാവും. കുടിക്കാനോ തീനത്തുൽ ഖബാൽ, ആളുകളുടെ നരകാവകാശികളുടെ രക്തവും ശലവും, അല്ലെങ്കിൽ അതുപോലെയുള്ള പാനീയങ്ങൾ, അല്ലെങ്കിൽ ഭക്ഷണമാണെങ്കിലോ ഏറ്റവും മോശപ്പെട്ട ഭക്ഷണങ്ങൾ. അങ്ങനെയുള്ള നരകത്തിലാണ് അവരുടെ സ്ഥാനം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കുല്ലമാ ഖബത്, എപ്പോഴെല്ലാമാണോ ആ നരകം ഖബത്, ഖബത്ത് എന്നുള്ളതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു സക്കനത്ത്, ഒന്ന് ഒതുങ്ങുന്നത്. അല്ലെങ്കിൽ മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞു തോഫിഅത്ത്, കെട്ടുപോകുന്നത്. അഥവാ ആ നരകത്തിന്റെ തീയിൽ എന്തെങ്കിലും ഒരു കുറവെങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ സിദ്നാഹും സഈറ, അത് അള്ളാഹു പറയാണ് നാം അവരെ ഒന്നുകൂടി ആളി കത്തിക്കുന്നതാണ്, ഒന്നുകൂടി ആളി കത്തിക്കുന്നതാണ്. നാളെ പരലോകത്ത് നമുക്കറിയാം അബദീയത്താണ്, അവസാനമില്ലാതെ നിലനിൽക്കുന്നതാണ്. അവിടെ നരകവും സ്വർഗവും എന്ന് പറഞ്ഞാൽ അവിടെ വർധനവല്ലാതെ കുറയില്ല. നമ്മൾ ദുനിയാവിലൊരു കാര്യം എന്താണ്? ദുനിയാവിലൊരു കാര്യം, ഏതൊരു കാര്യം എടുത്താലും എത്ര ഉയർന്നാലും പിന്നെ ഒന്നെങ്കിൽ അതൊരു സ്ഥിരതയിലേക്ക് എത്തും, പിന്നീട് താഴും. ദുനിയാവിന്റെ ഏതൊരു കാര്യം എടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിന് ഉയർച്ച ഉണ്ടെങ്കിൽ പിന്നെ ഒരു സ്ഥിരത എന്നുള്ള അവസ്ഥ ഉണ്ടാവും, പിന്നെ താഴത്തേക്കാണ് അത് പോവുക. അതാണ് ദുനിയാവിന്റെ ഒരു രീതി. പക്ഷേ പരലോകത്ത് സ്വർഗമാവട്ടെ നരകമാവട്ടെ കൂടുക എന്നല്ലാതെ കുറയുന്ന ഒരവസ്ഥയില്ല. അതിനൊരു അവസാനമില്ല, അത് കൂടിക്കൊണ്ടേയിരിക്കും. സ്വർഗത്തിലെ സുഖങ്ങൾ അങ്ങനെയാണ്, സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ അങ്ങനെയാണ്. അതിനൊരിക്കലും ഒരവസാനം ഉണ്ടാവില്ല, അത് കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഇന്ന് നമ്മള് നല്ലൊരു പാനീയം കുടിച്ചു. ഇപ്പൊ ദുനിയാവിലൊരു ഭക്ഷണം ആലോചിച്ച് നോക്കി, ദുനിയാവിൽ നല്ലൊരു വിഭവം ഭക്ഷണം നമ്മള് എല്ലാ ദിവസവും അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് അതിനോട് മടുപ്പായിരിക്കും, അതിന്റെ രുചി നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല, നമുക്ക് വെറുത്തു. ഒരു പാനീയം കുടിച്ചാലോ അങ്ങനെയാണ് ഉണ്ടാവുക, ഏത് കാര്യം അങ്ങനെ തന്നെയായിരിക്കും. അപ്പോ സ്വർഗത്തിൽ അങ്ങനെയല്ല, ഓരോ ദിവസവും അതിന്റെ ആസ്വാദനം കൂടിക്കൂടി വരും. നരകത്തിലും അതുപോലെയാണ്. നരകത്തിൽ ഓരോ ദിവസവും അതിന്റെ ശിക്ഷകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കുറെ ആയല്ലോ, ഇനി കുറച്ചു കൊടുക്കുക, കുറെ ആയി, ഇനി ഒന്ന് നിന്നോട്ടെ, ഇനി അല്ലെങ്കിൽ കുറച്ചു കാലം എങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു അവസ്ഥയില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു അവസ്ഥയല്ല, അത് കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. അല്ലാഹു പറയാണ്, എപ്പോഴെല്ലാമാണോ ആ തീ ആളിക്കത്തി അതൊന്ന് കെട്ടുപോകുന്ന അല്ലെങ്കിൽ അടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായാൽ സിദ്നാഹും സഈറ, നാം അതിനെ ആളി വീണ്ടും വീണ്ടും കത്തിക്കുന്നതാണ്. മറ്റു പല ആയത്തുകളും കാണാം, ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബ. നരകാവകാശികളോട് പറഞ്ഞ വാക്കാണ് സൂറത്തുൻ നബയിൽ. ഫദൂഖൂ, നിങ്ങൾ ഇതാ രുചിച്ചു നോക്കൂ, നിങ്ങൾ അതിന്റെ രുചി അറിയൂ. ഫലൻ നസീദകും ഇല്ലാ അദാബ, നിങ്ങൾക്ക് വർദ്ധിക്കുന്ന ശിക്ഷയല്ലാതെ ഒന്നും നിങ്ങൾക്ക് വർദ്ധിക്കാൻ പോകുന്നില്ല, ശിക്ഷ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. എന്നിട്ട് എന്താണ് ഇപ്പോ ഇവർക്ക് ഇത്ര അധികം ശിക്ഷയുണ്ടാകാനും ഇവരെ ഈ അവസ്ഥയിൽ ഒരുമിച്ച് കൂട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? അവരെ ഇപ്പൊ ഈ ഒരു സംസാരവുമായി ബന്ധപ്പെട്ട്, അതായത് കഴിഞ്ഞ ആയത്തുകളിൽ അവർ നിഷേധിച്ചു, അവര് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ റസൂലാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഹക്കിനോട് കുഫർ കാണിച്ചതിന്റെ അതിന്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് അള്ളാഹു പറയുകയാണ് അടുത്ത ആയത്തിൽ, ذَلِكَ جَزَاؤُهُمْ بِأَنَّهُمْ كَفَرُوا بِآيَاتِنَا وَقَالُوا أَإِذَا كُنَّا عِظَامًا وَرُفَاتًا أَإِنَّا لَمَبْعُوثُونَ خَلْقًا جَدِيدًا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ذَلِكَ جَزَاؤُهُمْ, ഈ പറഞ്ഞ നരകവും നാളെ പരലോകത്ത് മുഖം കുത്തി വരുന്ന അവസ്ഥയും പരലോകത്ത് അന്ധതയും മൂകതയും അതുപോലെയുള്ള അവസ്ഥയും ഉണ്ടാകുന്നത് ജസാഉഹും, അവർക്കുള്ള പ്രതിഫലമാണ്. ജസാ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ചെയ്യുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അതിന് പകരം കൊടുക്കുന്നതിനാണ് ജസാ എന്ന് പറയുക. അപ്പൊ അവർക്കുള്ള പ്രതിഫലമാണത്. എന്താണ് കാരണം? ബിഅന്നഹും കഫറു, കാരണം അവർ നിഷേധിച്ചു, അവർ നിഷേധികളായി. ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ഈ ഹക്കിനെ തൊട്ട് അവർ നിഷേധികളായി. വഖാലു, അവർ പറയുകയും ചെയ്തു, അഇദാ കുന്നാ ഇളാമൻ വറുഫാത, അഇദാ കുന്നാ, ഞങ്ങളായിക്കഴിഞ്ഞാൽ, ഇളാമൻ, ഇളാം എന്ന് പറഞ്ഞാൽ എല്ലുകൾ,
റുഫാറ്റ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരം ജീർണിച്ചിട്ടുണ്ടാകുന്ന ബാക്കിയുള്ള അവസ്ഥയിലുള്ള വസ്തുക്കൾ എന്തൊക്കെയാണോ അത് ജീർണിച്ച ആ അവസ്ഥ. അങ്ങനെ ആയതിനു ശേഷം ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന പറയുന്നത് ഖൽഖൻ ജദീദ, പുതിയൊരു സൃഷ്ടിയായിട്ട്. മനുഷ്യർക്ക് മേലെ ഏതൊരു നിഷേധിയുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ബഅസിനെ നിഷേധിക്കുന്നുള്ളതാണ്. ഒരു ശിർക്കിലാവട്ടെ, കുഫറിലാവട്ടെ, മാസിയത്തിലാവട്ടെ, ഇതിലെല്ലാം മുഴുകുന്നതിന് പിന്നിലൊരു പ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉയർത്തെഴുന്നേൽപ്പിനെ, പുനരുദ്ധാനത്തിന് നിഷേധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ മുൽഹിദീങ്ങളുടെ അടിസ്ഥാനം എന്താണ്? പുനരുദ്ധാനം ഇല്ല എന്ന് പറയലാണ്. അഥവാ നിരീശ്വരവാദികൾ അവരുടെ അടിസ്ഥാന കാര്യം എന്താണ്? എല്ലാ കുഫറിന്റെയും ഒരടിസ്ഥാനവാദം, അവർക്കത് പറയാനുള്ള ധൈര്യം നൽകുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവൂല, ദുനിയാവിൽ ഈ ജീവിതമേ ഉള്ളൂ, ഇതോടുകൂടി അവസാനിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഗൈബിലും പരലോകത്തിലുമായിട്ടുള്ള വിഷയങ്ങൾ ഈമാനിൽ യഖീൻ ഉണ്ടാവുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഒരു മുഅ്മിന് ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവൻ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് യഖീനും സ്വബറും. യഖീന് പരലോകത്തിന്റെ വിഷയത്തിലായിരിക്കണം, സ്വബർ ദുനിയാവിലായിരിക്കണം. അതായത് പരലോകത്തെ എന്തെല്ലാം കാര്യങ്ങൾ, മരണം മുതലുള്ള കാര്യങ്ങൾ എന്തെല്ലാം അറിയിക്കപ്പെട്ടിട്ടുണ്ടോ അതിൽ ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കണം. ദുനിയാവിന്റെ മേലെ സ്വബർ എന്ന് പറഞ്ഞാൽ ദുനിയാവ് നമ്മെ ക്ഷണിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ദുനിയാവ് നമ്മെ ക്ഷണിക്കുന്ന തിന്മകൾ, അതിലേക്കുള്ള പ്രേരണകൾ, അതിന്റെ വസ്തുക്കൾ, അതിന്റെ മേലെയെല്ലാം ക്ഷമിക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങൾ ഒരുവനിലുണ്ടോ അവൻ ദീനിന്റെ നേതൃത്വത്തിലെത്തും, അവൻ ദീനിന്റെ ഉന്നതിയിലെത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തു സജ്ദയിൽ വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സ്വബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. നാം അവരിൽ നിന്ന് ഇമാമിയങ്ങളെ ഉണ്ടാക്കി. എന്താണ് അതിനുള്ള കാരണം? അവർ ക്ഷമ കാണിച്ചു. ദുനിയാവിന്റെ ഫിത്നകളിൽ അവർ ക്ഷമിച്ചു, അവർ പിടിച്ചു നിർത്തി. ക്ഷമ എന്ന് പറഞ്ഞാൽ അൽ ഇംസാക്ക്, പിടിച്ചു നിർത്തുകയാണ് സ്വന്തത്തെ. അതുപോലെ തന്നെ യഖീൻ, പരലോകത്തിന്റെ വിഷയങ്ങളിൽ, അള്ളാഹുവിന്റെ ആയാത്തുകളിൽ അവർ ദൃഢതയുള്ളവരായിരുന്നു. അപ്പൊ പറഞ്ഞു വന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ ഈ പ്രതിഫലം, അവർക്ക് നരകവും ഇതെല്ലാം കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടുള്ളത് അവർ എപ്പോഴും പറയുന്ന വാക്ക്, ഞങ്ങൾ ഈ ദ്രവിച്ചു പോയതിനു ശേഷം, മരിച്ചു പോയതിനു ശേഷം വീണ്ടും ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു പുതിയ സൃഷ്ടിയായിട്ട്. ഇതാണ് അധിക കുഫാറുകളുടെയും ഒരു അവരുടെ എന്താ ഷിർക്കാവട്ടെ കുഫറാവട്ടെ എന്താണോ അവർ മുന്നിൽ വെക്കുന്നത് അതിന്റെ പിന്നിൽ അവർക്കുള്ള പ്രേരണ ഈ ഒരു കാര്യമാണ്. ബഅസൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ വന്നിട്ട് ഒരു എല്ലിന്റെ കഷ്ണം എടുത്തു, ദ്രവിച്ച് കിടക്കുന്ന ഒരു എല്ലിന്റെ കഷ്ണം എടുത്തിട്ട് അതിങ്ങനെ പൊടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് ഊതി. ഇതാണോ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോണത്? ഇത്ര ദ്രവിച്ചു പോയിട്ടുള്ള പൊടിയായിട്ടുള്ള കാര്യമാണോ നിന്റെ റബ്ബ് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു തആല ഇത് വീണ്ടും കൊണ്ടുവരും, നിന്നെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും, നിന്നെ നരകത്തിലേക്കും ഇടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത്. ആ മറുപടി തന്നെയാണ് എല്ലാ കാലത്തും അല്ലെങ്കിൽ എല്ലാ സന്ദർഭങ്ങളിലും ഈ വാദം പറഞ്ഞ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിന്റെ തുടർച്ചയിൽ നമുക്ക് അടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ്, അവലം യറൗ അന്നല്ലാഹ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. അവലം യറൗ, അവർ മനസ്സിലാക്കിയിട്ടില്ലേ, അവർ കണ്ടിട്ടില്ലേ, ചിന്തിച്ചിട്ടില്ലേ, മനസ്സിലാക്കിയിട്ടില്ലേ? അന്നല്ലാഹ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, അല്ലാഹുവാണ് ഈ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്ന്. ആരോടാ പറയുന്നത്? പുനരുദ്ധാനത്തെ നിഷേധിക്കുന്ന കളവാക്കുന്ന ആളുകളോട് പറയാണ്, അവർ മനസ്സിലാക്കിയിട്ടില്ല, അവർ കാണുന്നില്ലേ ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന്. ആ അള്ളാഹു ഖാദിറുൻ അലാ അയ്യഖ്ലുഖ മിസ്ലഹും, കഴിവുള്ളവനല്ലേ, ഇതുപോലെ ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചവന് നിങ്ങളെ പോലെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലേ. വജഅല ലഹും അജലൻ ലാ റൈബ ഫീഹ്, അവർക്കൊരു സംശയമില്ലാത്ത കൃത്യമായിട്ടുള്ള സമയം അവർക്ക് നാം നൽകിയിരിക്കുകയാണ്. ഫഅബദ്ദാലിമൂന ഇല്ലാ കുഫൂറ, ആ ദിവസത്തെ, ആ പുനരുദ്ധാനത്തെ ഈ വാലിമീകൾ നിഷേധിക്കുന്നത് അവരുടെ കുഫർ കാരണത്താൽ മാത്രമാണ് എന്നാണ് പറയുന്നത്. അതായത് സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിനെ ദൃഢമാക്കുന്ന പല കാരണങ്ങളുണ്ട്.
അസ്ബാബു സിയാദത്തിൽ ഈമാൻ എന്ന് പറയും. ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ. അതിലൊന്നാണ് ഖുർആനെ കുറിച്ച്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിദ്ഖ്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ, സ്വഹാബികളുടെ സീറ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ. അതിൽപ്പെട്ട ഒരു കാര്യമാണ് കൗനിയായിട്ടുള്ള അഥവാ ഭൗതികമായിട്ടുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികൾ, അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളത്. അതൊരു മനുഷ്യനിൽ വളരെയധികം ഈമാനിൽ ഉയർച്ചയുണ്ടാക്കും. അപ്പോ പരലോകത്തെ പറ്റി സംശയിക്കുന്ന അല്ലെങ്കിൽ നിഷേധിക്കുന്ന ആളുകളോട് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞ മറുപടി എന്താണ്? അവർ ആകാശഭൂമിയിലെ സൃഷ്ടിപ്പിനെ കുറിച്ച് കാണുന്നില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, കുറച്ചു നേരം ഇരുന്ന് ആലോചിച്ചാൽ മതി. ഈ ഭൂമിയും ഈ ആകാശങ്ങളും എന്താണ് അതിന്റെ അവസ്ഥ? എന്തെല്ലാം ജന്തുജീവജാലങ്ങളുണ്ട്, എന്തെല്ലാം കായ്ക്കനികളുണ്ട്, എന്തെല്ലാം മൃഗങ്ങൾ, മനുഷ്യർ തന്നെ എത്രത്തോളം വ്യത്യസ്തരാണ്. ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതെല്ലാം സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന ഒരുവന് നാം മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? നീ പോട്ടെ, നമ്മൾ തന്നെ ഈ ഭൂമിയിൽ ജനിച്ച് വളർന്ന് ഈ ഒരു അവസ്ഥയിൽ എത്തിയത് എന്തെല്ലാം ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഒന്നും പറയപ്പെടാവുന്ന ഒരു വസ്തുവേ അല്ലാത്തതിൽ നിന്ന് ഒരു വെള്ളത്തുള്ളി, അതിൽ കോടിക്കണക്കിന് ഒരു ശുക്ലത്തിലെ കോടിക്കണക്കിന് ബീജത്തിലൊരു ബീജമായി അത് ഉമ്മാന്റെ അണ്ടത്തിലെത്തി, അവിടുന്ന് ഓരോ ഘട്ടങ്ങളായിട്ട് മാറി വളർന്ന് കൈയും കാലും കണ്ണും മൂക്കും എല്ലാം വന്ന് പുറത്തേക്കൊരു പുതിയ രൂപത്തിൽ വന്ന് അവിടുന്ന് ഘട്ടമായി വളർന്ന് ഈ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മനുഷ്യൻ ചെയ്തല്ലോ. ഇതൊന്നും ഒരുത്തിന് പറയാൻ സാധിക്കില്ലല്ലോ. ഞാനാണ് എന്നെ സൃഷ്ടിച്ചതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾക്ക് ഇവിടെ ഒരാളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി ഉണ്ടാക്കാൻ എന്തെങ്കിലും പണിയുണ്ടോ? ഒരു പണിയില്ല, ഒരു ബുദ്ധിമുട്ടില്ല. അല്ലാഹു തആല എത്രയോ ആയത്തുകളിൽ ചോദിക്കുന്നുണ്ട്. സൂറത്തുൽ ഗാഫിറിൽ അല്ലാഹു പറയുന്നുണ്ട്, ലഖൽഖുസ് സമാവാതി വൽ അർദ് അക്ബറു മിൻ ഖൽഖിൻ നാസ്. ഈ കാണുന്ന മനുഷ്യരെ സൃഷ്ടിച്ചു എന്നതിനേക്കാൾ വലിയൊരു കാര്യമാണ് ആകാശഭൂമിയെ സൃഷ്ടിച്ചു എന്നുള്ളത്. ശരിക്ക് അത് ഇടയ്ക്കൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ഈ കാര്യത്തിൽ നിന്ന്, അതിന്റെ അറിവിൽ നിന്ന് നമ്മൾ വായിക്കുന്ന നമുക്ക് ഉപകാരപ്പെടും. ഈ ആകാശഭൂമി പറഞ്ഞാൽ അതിന്റെ വലുപ്പവും അതിന്റെ വ്യാപ്തിയും മനുഷ്യൻ കണ്ടുപിടിച്ച സൂര്യനെന്ന് ആലോചിച്ച് നോക്കി, എത്ര വലുപ്പമുണ്ട് ഭൂമിയെക്കാളും. അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ, എത്ര ഉണ്ട് നക്ഷത്രങ്ങൾ, അതിനപ്പുറത്തേക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പൊ അള്ളാഹു പറയാണ് അതൊക്കെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ്. അതുപോലെ സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു 33-ാമത്തെ ആയത്തിൽ, അവലം യറൗ അന്നല്ലാഹ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വലം യഅയ ബിഖൽഖിഹിന്ന ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗതാ. അവലം യറൗ, അവർ മനസ്സിലാക്കിയിട്ടില്ലേ? അന്നല്ലാഹ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും വലം യഅയ ബിഖൽഖിഹിന്ന, അവരുടെ സൃഷ്ടിപ്പിനെ തൊട്ട് യഅയ എന്നുള്ള വാക്കിന്റെ അർത്ഥം മലയാളത്തിൽ ഒരു പറയാൻ പറ്റുന്ന ഒരു അർത്ഥം പറഞ്ഞാല് നട്ടം തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. യഅയ എന്നുള്ള വാക്കൊക്കെ പൊതുവെ പറയുന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രാവ് അതിന്റെ ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു പ്രതലത്തിൽ മുട്ടയിട്ടു എന്ന് വിചാരിക്കുക. അപ്പൊ ആ പ്രാവിന് ആ മുട്ട ഉരുണ്ടു പോയിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നട്ടം തിരിയണാനാണ് പൊതുവെ ആ വാക്ക് ഉപയോഗിക്കുക. അപ്പോ അങ്ങനെ ഈ സൃഷ്ടികളെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിൽ അള്ളാഹു ആയിട്ടില്ല. ആ സൃഷ്ടിച്ച് കൃത്യമായി അതിനെ നിയന്ത്രിക്കുന്ന അള്ളാഹു ബിഖാദിരിൻ, കഴിവുള്ളവനാണെന്ന്, അലാ അയ്യുഹ്യൽ മൗത, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ലേ? അതുപോലെ തന്നെ മറ്റ് സൂറത്ത് യാസീനിൽ അന്ന് നേരത്തെ പറഞ്ഞല്ലോ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് ഊതി എന്നുള്ള അതിന് മറുപടി ആയിക്കൊണ്ടിറങ്ങിയ ആയത്തുകളിൽ കാണാം അല്ലാഹു തആല പറഞ്ഞു, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ബിഖാദിൻ അലാ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. നേരത്തെ പറഞ്ഞ ആകാശഭൂമിയെ സൃഷ്ടിച്ചവന് ഒന്നുകൂടി ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധിക്കില്ലേ? ഇന്നമാ അംറുഹു, അള്ളാഹുവിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ, ഇദാ അറാദ ശൈഅൻ, അള്ളാഹു എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ, അയ്യഖൂല ലഹു കുൻ ഫയകൂൻ, അതിനോട് എന്ത് പറയലാണ്? കുൻ, അതുണ്ടാകുക എന്ന് പറയലാണ്. അപ്പോൾ അത് അതുപോലെ തന്നെ സംഭവിക്കും എന്ന് അറിയിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പറയുമ്പോൾ, അള്ളാഹുവിന്റെ കഴിവിനെ പറ്റി പറയുമ്പോൾ നാം മനസ്സിലാക്കണം, മരണപ്പെട്ടവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന് നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. കാരണം അതിലും വലിയ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല
ഇവിടെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ് വജഅല ലഹും അജലൻ ലാ റൈബ ഫീഹ്, അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയം കൊടുത്തിരിക്കുകയാണ്. മനുഷ്യന് ആയുസ്സായിക്കൊണ്ടൊരു സമയം ഈ ദുനിയാവിൽ കൊടുത്തിരിക്കുകയാണ്. ലാ റൈബ ഫീഹ്, അതിലൊരു സംശയവുമില്ല. ഏതിൽ? അന്ത്യനാൾ സംഭവിക്കും, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അവരിതുപോലെ തന്നെ കത്തിച്ചാമ്പലായ ഒരു ശരീരമാണെങ്കിലും ദ്രവിച്ചുപോയ ഒരു ശരീരമാണെങ്കിലും ഇതേപോലെ കയ്യും കാലും കണ്ണും മൂക്കുമെല്ലാം ആയിക്കൊണ്ട് തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, അവര് മടക്കപ്പെടും, അതിലൊരു സംശയവും ഇല്ല എന്ന് അള്ളാഹു പറയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുകയാണ് ഫഅബദ്ദാലിമൂന ഇല്ലാ കുഫൂറ. നിഷേധം മാത്രമാണ് അക്രമികളെ ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് അതിനോട് വിമുഖത കാണിക്കുന്ന, അതിനോട് പിന്തിരിഞ്ഞു കാണിക്കാനുള്ള കാരണം അവരുടെ നിഷേധം എന്നല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോ ഈ വിഷയങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞു. എന്നിട്ട് മറ്റൊരു വിഷയമാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. അള്ളാഹു തആല പറയാണ് ഖുൽ, നബിയെ പറയുക. യഥാർത്ഥത്തില് കഴിഞ്ഞ, അതായത് ഇന്നെടുത്ത ആയത്തുകളല്ല, അതിന് മുമ്പുള്ള ആയത്തുകൾ അവർ ചോദിച്ചല്ലോ. അവര് അരുവികൾ പൊട്ടിച്ചൊഴുകണം, അതുപോലെ തന്നെ നിനക്ക് ഖജനാവുകൾ, വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാകണം എന്നെല്ലാം പറഞ്ഞല്ലോ. അതിനുള്ള മറുപടി ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഖുൽ, നബിയെ പറയുക, ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മത്തി റബ്ബി, ലൗ അൻതും, നിങ്ങളെങ്ങാനും തംലികൂന, അധികാരപ്പെടുത്തുന്നവരാണെങ്കിൽ, ഖസാഇന റഹ്മത്തി റബ്ബി, എന്റെ റബ്ബിന്റെ കാരുണ്യത്തിന്റെ ഖജനാവുകൾ അധികാരപ്പെടുത്തുന്നവരാണ് നിങ്ങൾ എങ്കിൽ, ഇദല്ല അംസക്തും ഖശിയത്തൽ ഇൻഫാഖ്, നിങ്ങൾ ചെലവഴിക്കുന്നതിന് ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ അത് പിടിച്ചു വെക്കുമായിരുന്നു. വകാനൽ ഇൻസാനു ഖതൂറ, തീർച്ചയായിട്ടും മനുഷ്യൻ ഒരു പിശുക്കനാണ്, പിടിച്ചു വെക്കുന്നവനാണ് എന്ന് ഈ ആയത്തിൽ പറയുന്നത്. മനുഷ്യന്റെ ത്വബഈയായിട്ടുള്ള, പ്രകൃതിയായുള്ള ഒരു വിശേഷനാണ് അവന് നൽകുന്നതിൽ നിന്ന്, ചെലവഴിക്കുന്നതിൽ നിന്ന് പിടിച്ചു വെക്കുന്ന, അതിൽ നിന്നൊരു ഭയം ഉണ്ടാവുക എന്നുള്ളത്. എന്തെങ്കിലും കാര്യം നൽകുന്നതിൽ നിന്ന് അവനൊരു തടസ്സം, ഒരു പിൻവലിയൽ, ഒരു പിടിച്ചുവെക്കൽ ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതിയുള്ള ഒരു സ്വഭാവമായിട്ടാണ് ഇവിടെ അറിയിക്കുന്നത്. ഇവിടെ പറയുന്ന വിഷയം, ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മത്തി റബ്ബി, എന്റെ റബ്ബിന്റെ ഖജനാവുകൾ അത് നിങ്ങൾക്കുണ്ടെങ്കിൽ കൂടി, അതായത് അള്ളാഹുവിന്റെ എല്ലാവിധ കാരുണ്യത്തിന്റെയും എല്ലാവിധ ഖജനാവുകളും അതിന്റെ അധികാരം നിങ്ങൾക്കാണെങ്കിൽ കൂടി, ഇതല്ല അംസക്തും, നിങ്ങൾ അത് പിടിച്ചു വെക്കും, നിങ്ങൾ നൽകൂല, നിങ്ങളത് നൽകില്ല. ഖശിയത്തൽ ഇൻഫാഖ്, ഇൻഫാഖ് എന്ന് പറഞ്ഞാൽ ചെലവഴിക്കാന്നർത്ഥം. ഇവിടെ ഉദ്ദേശം ഫഖർ, കുറഞ്ഞു പോകുമോ, ദാരിദ്ര്യം വരുമോ എന്ന് പേടിച്ചിട്ട് ഒരിക്കലും അവസാനമില്ലാത്ത അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഖജനാവുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് കൂടി നിങ്ങൾ ചെലവഴിക്കാൻ പഠിക്കും. മനുഷ്യന്റെ പ്രകൃതിയുള്ള സ്വഭാവമാണ്. അവന്റെ സമ്പത്ത് അത് കുറയുമെന്നുള്ള ഭയത്താൽ അവൻ ചെലവഴിക്കുന്നതിൽ കാണിക്കുന്ന മടി. ചില ആളുകൾ ഉണ്ടാവും, ചില ആളുകൾ സമ്പത്ത് ഉണ്ടാവൂല, പക്ഷെ അവരിങ്ങനെ ആഗ്രഹിക്കും, കുറെ പൈസ ഉണ്ടെങ്കിൽ കുറെ ഒക്കെ ഇങ്ങനെ ചെലവഴിക്കാറുള്ളൂ. ഇപ്പൊ ഒരു മാസം 10,000 രൂപ വരുമാനമുള്ള ഒരാൾ വിചാരിക്കുകയാണ്, ഇപ്പോ 50,000 രൂപ എനിക്ക് വരുമാനം ഉണ്ടെങ്കിൽ 40,000 രൂപ ചെലവഴിക്കായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഉണ്ടാവുക. അവൻ 50,000 രൂപ കിട്ടിയാൽ 50,000 രൂപയുടെ ചെലവാണ് അവനുണ്ടാവുക. അവനത് ചെലവഴിക്കാനുള്ള പേടിയാണ് കൂടുക. മനുഷ്യൻ അങ്ങനെയുണ്ട്. സമ്പത്ത് കൂടുമ്പോൾ അവന്റെ ചെലവ് കൂടും. ഇപ്പൊ സാധാരണ ഒരു ദിവസം നമുക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു ആവശ്യം ഉണ്ടാവില്ല. പെട്ടെന്ന് നമുക്കൊരു കുറച്ച് പണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ ആ പണത്തിൽ തികയാത്ത അവസ്ഥ വരുന്നുണ്ടാവുക. കാരണം ആ പണം വെച്ച് നമ്മുടെ ആവശ്യങ്ങൾ നോക്കുമ്പോൾ ഓരോ ആവശ്യങ്ങൾ കൂടിയിട്ട് കുറച്ചുകൂടി പൈസ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ആവശ്യങ്ങൾ നടക്കുമായിരുന്നു. ആ ചിന്തയിലേക്കാണ് മനുഷ്യൻ പോവുക. മനുഷ്യന്റെ പ്രകൃതി, ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ മനുഷ്യന്റെ പ്രകൃതിയായുള്ള സ്വഭാവങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. ജാഹിലാണ്, വാലിമാണ്, ആജിലാണ്, ധൃതി കാണിക്കുന്നവനാണ്, ക്ഷമയില്ലാത്തവനാണ്, മനൂഅൻ, തടയുന്നവനാണ്. ഈ രീതിയിൽ പല വിശേഷണങ്ങൾ മനുഷ്യനുണ്ട്. അപ്പോ ഇവിടെ പറയുന്നത് വകാനൽ ഇൻസാനു ഖതൂറ, മനുഷ്യന്റെ വിശേഷണങ്ങളിൽപ്പെട്ട ഒരു വിശേഷണമാണ് മനൂഅൻ ബഖീല,
പിശിക്കനാണ്, തടയുന്നവനാണ് എന്നുള്ളത്. അല്ലാഹു തആല തൗഫീഖ് നൽകിയവർ ഒഴികെ അവർക്ക് മാത്രമാണ് അത് വിശാലമായിട്ട് നൽകാൻ സാധിക്കുക. അപ്പൊ ഈ ആയത്തിൽ പറയുന്നത് അത്രയും വലിയ ഖജനാവുകൾ ഉണ്ടെങ്കിൽ കൂടി മനുഷ്യ നിന്റെ അവസ്ഥ എന്തായിരിക്കും? നീ അപ്പോഴും ദാരിദ്ര്യത്തെ പേടിച്ചിട്ട് നൽകാതിരിക്കും. സൂറത്ത് നിസായിൽ ഇതേ ആശയത്തിൽ ഒരു ആയത്തുണ്ട്, 53-ാമത്തെ ആയത്ത്. അം ലഹും നസീബും മിനൽ മുൽക്കി ഫൈദൽ ലാ യുതൂന അന്നാസ നഖീറ. അവർക്ക് ഈ അധികാരത്തിൽ നിന്ന് ഒരു ഭാഗം ഉണ്ടെങ്കിൽ കൂടി ജനങ്ങൾക്ക് അവർ നൽകൂല, അവര് തടഞ്ഞു വെക്കും, അവര് പേടിച്ചിട്ട് നൽകില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ വിശാലതകളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹുവിന്റെ വിശാലതയും അള്ളാഹുവിന്റെ കാരുണ്യവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദുല്ലാഹി മൽആ, അള്ളാഹുവിന്റെ കൈകൾ അത് നിറഞ്ഞതാണ്. അഥവാ എന്തെല്ലാം കാര്യങ്ങളാണ് നൽകേണ്ടത് അതുകൊണ്ട് നിറഞ്ഞതാണ്. ലാ യഗീബുഹാ നഫഖത്തുൻ സഹാഉൽ ലൈലി വന്നഹാർ, രാവും പകലും മുഴുവനായി നൽകുക എന്നുള്ളത് അതിൽ നിന്നൊന്നും തന്നെ കുറക്കുന്നില്ല. അറഅയ്തും മാ അൻഫഖ മുൻദു ഖലഖസ് സമാവാതി വൽ അർദ്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ അള്ളാഹു എത്രത്തോളമാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് രണ്ടാളുള്ള കുടുംബത്തിന്റെ ചെലവ് നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. ഈ ആകാശഭൂമികളിൽ കോടിക്കണക്കിന് ജന്തുജീവജാലങ്ങളുടെ എല്ലാം ഉപജീവനവും ആവശ്യമായ കാര്യങ്ങളെല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്. ഫഇന്നഹു ലം യഗ്ൽ മാ ഫീ യമീനിഹി, അവന്റെ വലതു കരത്തിലുള്ളത് ഒന്നും തന്നെ അതുകൊണ്ട് കുറഞ്ഞു പോയിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം നൽകുന്നവനും അങ്ങേയറ്റം കാരുണ്യം ചൊരിയുന്നവനുമാണ്, വിശാലതയുള്ളവനാണ്. എന്നാൽ മനുഷ്യരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവന് എത്രത്തോളം ഉണ്ടെങ്കിലും അവൻ ഭയം കൊണ്ട്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട്, ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഇല്ലാത്തോണ്ടാണ് നമുക്ക് പേടി വിചാരിക്കും, ഉണ്ടെങ്കിലും തന്നെ ആയിരിക്കും അവസ്ഥ. പല കാര്യങ്ങളും അങ്ങനെയാണ്. അതായത് സമ്പത്തില്ലാത്തവൻ വിചാരിക്കും സമ്പത്തുള്ളവരെന്താ കൊടുക്കാത്തത്, ഇവന് സമ്പത്തുണ്ടായാലും മനുഷ്യന്റെ പ്രകൃതി അതാണ്. അതുപോലെ തന്നെ ഇപ്പൊ പ്രായമായ ആളുകൾ, ഇപ്പൊ നമ്മള് ചെറുപ്പക്കാർ വിചാരിക്കും പ്രായമായ ആളുകൾ ജീവിതം കഴിയാനായി, മരണമെത്താനായി അത് വിചാരിച്ചിരിക്കായിരിക്കും. അല്ല, പ്രായം കൂടുമ്പോഴാണ് എന്തുണ്ടാവുക, ഇനിയും കുറെ കാലം ആയുസ് ഉണ്ട് എന്നുള്ള ചിന്ത. യുവാവിനേക്കാളും വർദ്ധിക്കുന്ന, പ്രായത്തിനൊപ്പം വർദ്ധിക്കുന്ന കാര്യമാണ് തൂലുൽ അമൽ എന്നുള്ളത്. ഇനിയും കുറെ ജീവിതം ഉണ്ട് എന്നുള്ള പ്രതീക്ഷ പ്രായത്തിനോടൊപ്പം വർദ്ധിക്കുകയാണ് ചെയ്യുക. ദീനില്ലെങ്കിൽ മനുഷ്യന്റെ പ്രകൃതിയാണ് പറയുന്നത്. ദീനുകൊണ്ട് എന്താണ് അത് നന്നാക്കി എടുക്കാൻ പറ്റും. മനുഷ്യന്റെ പ്രകൃതിയുള്ള കാര്യമാണ് പറയുന്നത്. ദീനുള്ള ആളുകൾ ഏത് സമയത്തും, യുവാവട്ടെ വാർദ്ധക്യത്തിലാവട്ടെ, എന്താണ് അവന്റെ മരണം പ്രതീക്ഷിക്കുന്നതാണ്. രാവിലെ ആയാലും വൈകുന്നേരം പ്രതീക്ഷിക്കാത്തവരായിരിക്കും. മനുഷ്യൻ എന്നുള്ള കാറ്റഗറിയിലുള്ള ചിന്തകളാണ് നാം പറഞ്ഞത്. അത് മനുഷ്യനോടൊപ്പം വർദ്ധിക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ പറഞ്ഞതെല്ലാം. അപ്പോ മനുഷ്യന്റെ ഒരു തബീഇയായിട്ടുള്ള രീതി അവൻ പിശുക്കനും മറ്റുള്ളവർക്ക് നൽകുന്നതിൽ നിന്ന് തടഞ്ഞു വെക്കുന്നവനുമാണ് എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകൾ അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.